സോയ ചങ്ക്സ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും നല്ല ഇഷ്ടമാവുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് സോയ ചങ്ക്സ് ചേർത്തോളൂ. ഞാൻ സാധാരണ വലിപ്പമുള്ളത് എടുത്തിട്ടില്ല, ചെറിയ ചങ്ക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു മുങ്ങിക്കിടക്കണ അത്രയും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഞാനിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് ഇതേ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് ചെറുതായിട്ട് പോകുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് മസാല ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതേ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 2 ഗ്രാമ്പു, 1 ഏലക്ക, 1 കഷ്ണം പട്ട. അപ്പോൾ ഇത്രയും നമുക്ക് പാനിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ചൂടായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് ചൂടാറുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ അല്ലെ 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3-4 വെളുത്തുള്ളി ഉണ്ടാവും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത്രയും ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഉണ്ടാക്കിയിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. കറക്റ്റ് അളവാണ് നമ്മൾ ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നല്ലപോലെ നമുക്കിത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മളിതിൽ എക്സ്ട്രാ മസാല ഒന്നും ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് സോയ പെപ്പർ റോസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സാധാരണ ചിക്കനൊക്കെ ഇതുപോലെ വെക്കാറുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സോയ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടണമെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള സോയ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 4-5 മിനിറ്റ് ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് മസാലയൊക്കെ പിടിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഉപ്പും അതുപോലെ തന്നെ മസാലയൊക്കെ ഒന്ന് കയറി കിട്ടണം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അത്രയും നേരം നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് ഇതേ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി. ഇത്ര ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സിമ്പിളാണ് ചെയ്യാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.